ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ആലുവ മെട്രോ സ്റ്റേഷനിൽ വന്നേക്കാണ്. എന്തിനാണെന്നാണോ? അപ്പോൾ നമ്മളിത് എടപ്പള്ളി അമ്പലത്തിൽ പോവാട്ടോ. എടപ്പള്ളി ഗണപതി കോവിലിൽ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ളോഗ് എടുത്താലോന്ന്. നമ്മുടെ കൂടെ ആരാ ഉള്ളത്? 5:58 സമയം. അപ്പോൾ അതായത് നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെങ്ങമ്പുഴ പാർക്കിൽ ചെന്നിറങ്ങാൻ പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ എടപ്പള്ളി ഗണപതി കോവിലോട്ട് പോകും. നമ്മളിതേ മെട്രോ ഒക്കെ ഇറങ്ങി, പക്ഷെ അവിടെ ചെന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ധാരണയുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ 2 ചേച്ചിമാരെ കണ്ടുമുട്ടി അമ്പലത്തിലോട്ട് പോണേ. എന്തോ ഭാഗ്യം കൊണ്ട് തൊട്ട് മുന്നിൽ തന്നെ അവരും അങ്ങോട്ടാ പോണേന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ച് പോണു. ഞങ്ങളതേ പുറകെ അവരെ ഫോളോ ചെയ്യണു. അങ്ങനെ ഒരു കൂട്ടത്തോടെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണേ. അപ്പം നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ ഒരു ഐതിഹ്യം ഒന്ന് അറിഞ്ഞിരുന്നാലോ. എവിടെ പോയാലും നമ്മൾ അവിടുത്തെ ഐതിഹ്യം അറിഞ്ഞിട്ട് ആ ഒരു അമ്പലത്തിൽ തൊഴുമ്പോൾ അത് പ്രത്യേക ഒരു അനുഭൂതി കേട്ടോ. അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ് അത് തൊഴുമ്പോൾ. നമുക്ക് അത് അറിഞ്ഞ് തൊഴുമ്പോൾ, അവിടുത്തെ ദൈവത്തെ അറിഞ്ഞ് തൊഴുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫൈഡ് ആവും നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐതിഹ്യം ഇവർ നടന്നെത്തുമ്പോഴേക്കും ഒന്ന് അറിഞ്ഞിരിക്കാം. ഗണപതി ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒരു മനയിലാട്ടോ. അതായത് രാജകുടുംബങ്ങളുടെ ആ ഒരു സമയത്ത് അവരുടെ ഒരു ആരാധനാ ദൈവമായിരുന്നു ഈ ഒരു ഗണപതി. പിന്നീട് അവർ ഒരു പൂജ നടത്തിയപ്പോൾ അവിടുത്തെ അവർ ആരാധിച്ചിരുന്ന ദൈവത്തിന് ശക്തിയുണ്ട്, അത് അവർക്ക് മനസ്സിലായി. പിന്നീടാണ് അതൊരു പബ്ലിക്കിന് വേണ്ടിയിട്ടും തുറന്നു കൊടുക്കുന്നത്. അമ്പലം ഇതാണ്. അതായത് രാജാക്കന്മാർ വാണിരുന്ന കാലത്ത് അവർ ഹോമം നടത്തിയപ്പോൾ ആ ഹോമത്തിൽ നിന്നും ഗണപതിയുടെ ഒരു സാന്നിധ്യം അറിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് പിന്നെ കാണാം കേട്ടോ. ഈ ഒരു വഴി കൂടെ നടക്കാൻ നല്ല രസമാട്ടോ. ഫോൺ ഉപയോഗം നമുക്ക് അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷേ ഈ ഒരു വഴിയിൽ നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ തൊഴുത് കഴിഞ്ഞ് മുന്നോട്ട് നടന്ന് പുറത്തോട്ട് ഇറങ്ങാണേ. കോക്രോച്ച് ജനതാ പാർട്ടി റോട്ടിൽ. അങ്ങനെ അവിടുത്തെ മെയിനായിട്ടുള്ളൊരു സ്പോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് സോഷ്യൽ കിച്ചൺ. അവിടെ പോയിട്ട് ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യണം. ഇത്തിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലും ടോക്കണൊക്കെ എടുത്ത് നമുക്ക് നല്ല വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. രാവിലെ നമ്മൾ പൊടിദോശ, അവിടുത്തെ മെയിനായിട്ടുള്ള ബട്ടർ പൊടിദോശ, അങ്ങനെ പിന്നെ മസാല ദോശ, അങ്ങനെ നമ്മൾ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിച്ചു. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണത് എടപ്പള്ളി പള്ളിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എടപ്പള്ളി പള്ളി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ടും നമുക്കറിയാം സെൻറ്റ് ജോർജ് പള്ളി, അതായത് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു പള്ളിയാണിത്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വിഗ്രഹം നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും. ഒരു ഡ്രാഗൺ അല്ലെങ്കിൽ ഒരു പാമ്പ്, ഒരു ഡ്രാഗണെ കീഴ്പ്പെടുത്തുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ആളുകൾ പണ്ട് കാലത്ത് ഈ ഒരു പാമ്പിൻ്റെ കടിയേറ്റുവരും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് ഫലം നേടിയവരുണ്ട്. പാമ്പിൻ്റെ കടിയേറ്റ് വിഷം ബാധ മാറ്റി, അങ്ങനെ കുറേ പേർക്ക് അങ്ങനത്തെ അനുഭവമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ നെഗറ്റീവ്സിനൊക്കെ ജീവിതത്തിൽ നിന്നും മാറ്റി ഒരു പോസിറ്റീവ് ലൈഫ്, അങ്ങനെ വന്ന് കുറേ കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. നമ്മളിതേ പള്ളിയിൽ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. താഴെ തൊഴുതു, ഇനി മുകളിൽ കയറാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ എടപ്പള്ളി പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇറങ്ങാം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മഴ വരാൻ പോണു. അപ്പോൾ നേരെ മെട്രോയിൽ കയറിയിട്ട് വീട്. നൈസായിട്ടൊരു തുടക്കം സിനിമയും കൂടിയും കണ്ടിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പം നമ്മളിതേ നമ്മുടെ ആറാട്ടണ്ണനെയും ഒന്ന് കണ്ടു കേട്ടോ. അങ്ങനെ നമ്മളിതേ വീട്ടിലോട്ട് പോവാണേ.